തിരുവനന്തപുരത്ത് വെള്ളറട കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെന്ന് സംശയം. മുറിയിൽ നിന്നും ഓം പോലെയുള്ള ശബ്ദം കേൾക്കുമായിരുന്നുവെന്ന് പ്രജിന്റെ അമ്മ സുഷമ്മയുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ 7 വർഷത്തിലധികമായി മകനെ ഭയന്നാണ് ജീവിച്ചത്. കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജിനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. തിരുവനന്തപുരം വെള്ളറട കിളിയൂർ വളരെ മൃഗീയമായിട്ട് അച്ഛനെ മകൻ കൊന്നൊരു വിഷയം നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് നാളായിട്ട്, അതായത് ഒരു മാസമായിട്ട് എന്ന് പറയാം, വളരെ മോശം രീതിയിലുള്ള വാർത്തകളാണ് 2025 മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ അന്ധവിശ്വാസങ്ങളും ആഭിചാരക്രിയകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതിന്റെ തന്നെ ഒരു നേർക്കാഴ്ച എന്ന് പറയത്തക്ക വണ്ണത്തിലാണ് ഈ തിരുവനന്തപുരത്ത് നടന്ന ഈ ഒരു കൊലപാതകത്തിന്റെ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. അതായത് ഈ കൊല നടന്ന വീട്ടില് ഈ പറയുന്ന മകന്റെ റൂമില് റിപ്പോർട്ടർ ചാനലും മാധ്യമങ്ങൾ പോയ സമയത്ത് അവിടെ കണ്ട കാഴ്ചകളാണ് വളരെ ഞെട്ടിക്കുന്ന രീതിയിലേക്കുള്ള തെളിവുകളിലേക്കാണ് ഈ കേസിനെ കൊണ്ടുചെന്നെത്തിച്ചത്. ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ആ അമ്മ തുറന്ന് സംസാരിക്കുന്നുണ്ട്. മകന്റെ അമ്മ, അതായത് ഭർത്താവിനെ കൊല്ലാനുള്ള കാര്യങ്ങള്, മകനിലുണ്ടായ മാറ്റങ്ങൾ, അതിനെ കുറിച്ചെല്ലാം അമ്മ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ മകൻ അച്ഛനെ കൊന്ന ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, എന്നെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പോലീസുകാരോട് പറഞ്ഞത്. പക്ഷെ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ആ അമ്മയുടെ മൊഴിയിൽ നിന്നും ആ അമ്മ മാധ്യമങ്ങളോട് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. തിരുവനന്തപുരത്ത് വെള്ളറട കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെന്ന് സംശയം. മുറിയിൽ നിന്നും ഓം പോലെയുള്ള ശബ്ദം കേൾക്കുമായിരുന്നുവെന്ന് പ്രജിന്റെ അമ്മ സുഷമ്മയുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ 7 വർഷത്തിലധികമായി മകനെ ഭയന്നാണ് ജീവിച്ചത്. കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജിനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. മുറിക്കുള്ളിൽ ബ്ലാക്ക് മാജിക് ആണ് നടക്കുന്നതെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതെന്നും മകൻ ജയിലിൽ നിന്നും പുറത്തു വന്നാൽ തന്നെയും കൊല്ലുമെന്നും സുഷമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. അവൻ എത്ര ദേഷ്യപ്പെട്ടാലും മോനെ മോനെ എന്ന് വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ചൈനയില് പഠനമെല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷനും കഴിഞ്ഞു. ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തോ സിനിമ ആക്ടറായിട്ടാ അങ്ങനെ എന്തോ എറണാകുളത്ത്, അങ്ങനെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ അപ്പോഴങ്ങനെ കൊടുത്തു. എന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവന് സ്വഭാവം വീണ്ടും ഭയങ്കര മാറ്റം. അതിനുശേഷം ഈ മോൻ ചർച്ചിൽ വരില്ല. ഇതില് വ്യക്തമായിട്ട് തന്നെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ മകൻ ചൈനയിൽ പഠിക്കാൻ പോയിന്നും അതിന് വന്ന ശേഷം ചെറിയ മാറ്റങ്ങൾ തുടങ്ങിയെന്നും പിന്നീട് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സും കാര്യങ്ങളും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് ഒരുപാട് പൈസ, അതായത് അവിടെ നിൽക്കാനും ഫുഡ് കഴിക്കാനും എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷക്കണക്കിന് പൈസയും കാര്യങ്ങളൊക്കെ ഇവർ അയച്ചു കൊടുത്ത് ആ മകൻ വാങ്ങിക്കുകയും അവിടുത്തെ കോഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് വരികയും വന്ന ശേഷം ഈ മകന്റെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മാറി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് മെയിനായിട്ട് പറയുന്നത്. ഈ മകൻ ഇതിൻ്റെ ഉള്ളിൽ ഇത് ചെയ്തിരുന്നു. ഈ മകൻ അവിടെ പോയി വന്ന ശേഷം വീട്ടിലിരുന്നിട്ട് ഇങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസം, അല്ലെങ്കിൽ ഇവരെല്ലാം ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മകന്റെ സ്വഭാവത്തിൽ തന്നെ മാറി, മകൻ തന്നെ മാറിയ രീതിയിലാണ് എന്താ പറയാ ഇവരോട് പെരുമാറിയിരുന്നത് എന്നാണ് പറയുന്നത്. വിളിക്കുമ്പോഴൊന്നും പിന്നെ ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറയും. അപ്പോഴേ എപ്പോഴും ഈ ഓം എന്നൊക്കെ ഉള്ള അശരീരിയായിട്ടുള്ള ഓം എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഹിന്ദുവിന്റെ എപ്പോഴും അത് ഇവൻ പുറത്തിറങ്ങിയാലും ഇട്ടിട്ട് ഇറങ്ങും. മുകളിൽ നമുക്ക് കയറാൻ പറ്റൂല, റൂം പൂട്ടിയിട്ടാണ് അകത്ത് നിൽക്കുന്നത്. നമുക്ക് റൂം തുറക്കാനുള്ള അനുവാദമൊന്നുമില്ല. നമ്മളവിടെ അവന്റെ പടി ചവിട്ടിയെന്നായ അവൻ ഉടൻ നമ്മളെ പ്രതികരിക്കും. വല്ലാത്ത ഭീഷണിയാണ് നമുക്ക്. മകൻ പുറത്ത് വന്നാൽ എനിക്ക് ഭയം തന്നെ. ഞാൻ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഇനി ശ്രമിക്കാനൊട്ടുമില്ല ഞാൻ രക്ഷപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത് ഞാൻ എന്തെങ്കിലും ഈ പറയണത് അവൻ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മോളെ ഞങ്ങൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. വളരെയധികം സങ്കടമുള്ളൊരു കാര്യമാണ്. ആ അമ്മയുടെ വാക്കുകൾ പതറിപ്പോയിട്ടാണ് സംസാരിക്കുന്നത് പോലും. അതിൽ സ്വന്തം മകൻ ഇറങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം ചെന്താമരനെ പോലുള്ള ആൾക്കാർ കഴിഞ്ഞ നമുക്ക് ഉദാഹരണങ്ങളാണ് അതൊക്കെ. ഒരാളെ കൊന്ന ശേഷം ജാമ്യത്തിൽ ഇറങ്ങി വന്ന ശേഷമാണ് ബാക്കിയുള്ള 2 പേരെ കൊല്ലുന്നൊരു അവസ്ഥ ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ ഇനി ആ ഒരു വ്യക്തി ഇറങ്ങുവാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു എന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും
അമ്മയെയും അല്ലെങ്കിൽ ആ ഒരു പെങ്ങള് എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കാന്നുള്ള രീതിയിൽ ത്രെട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അമ്മ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറയുന്നുണ്ട്. ഇവരൊക്കെ ഉപദ്രവിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ ഇതിൽ മെയിനായിട്ട് ഓം എന്നൊരു സൗണ്ട് ഭയങ്കരമായിട്ട് എപ്പോഴും കേൾക്കുമായിരുന്നു. ഒരു വീട് മൊത്തം കേൾക്കണം, വീട് മൊത്തം കുലുങ്ങുന്ന രീതിയിൽ ഓം എന്ന് പറയുന്ന സൗണ്ട് ആ റൂമിൽ വെക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ മകന്റെ റൂമിൽ വെക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. സാധാരണ നമ്മൾ, അതായത് നമ്മുടെ അമ്പലത്തിൽ, ശിവന്റെ അമ്പലത്തിലൊക്കെ പോയാൽ, ഇവിടുത്തെ അടുത്തുള്ള ശിവന്റെ അമ്പലത്തിലൊക്കെ പോയാൽ അവിടെയാണ് പൊതുവെ ഓം എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഇടും. നമുക്ക് ഭയങ്കരമായിട്ട് അത് കേൾക്കുന്ന സമയത്ത് മനസ്സൊക്കെ ഓക്കെ ആകുന്ന രീതിയിൽ നമുക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഈ കമന്റ് ബോക്സിലാണെങ്കിലും ഞാൻ കണ്ടൊരു കാര്യമാണ്, എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ബ്ലാക്ക് മാജിക് പോലുള്ളൊരു സംഭവത്തിൽ ഓം എന്ന് പറയുന്ന നല്ല രീതിയിലുള്ളൊരു ഇത് നാമം എന്നുള്ള രീതിയിൽ അതൊരിക്കലും യൂസ് ചെയ്യില്ല എന്ന് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ട് കണ്ടു. എന്താണെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ട് കണ്ടു, ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളിൽ ഒരിക്കലും എന്താ പറയാ, അതൊരു ദുഷ്ക്രിയ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിലിങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല എന്നാണ് തോന്നുന്നത്. അതിൽ വേറെ എന്താ പറയാ, അവിടെ വെച്ചിട്ട് കാണുന്ന ഒരു കമ്പും കോലും എന്തൊക്കെയോ സംഭവങ്ങൾ ഉപകരണങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് കാണുന്നുണ്ട്. അതായത് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് മുടിയൊക്കെ മുറിച്ചിട്ടിട്ട് കാണുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇയാള് ഭയങ്കരമായിട്ട് മുട്ടയൊക്കെ അടിച്ചിട്ടാണ് ഈ ഒരു പ്രതിന്റെ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ എന്താണ് അതിനുള്ളിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്താണ് ഇയാള് എറണാകുളത്ത് പോയിട്ട് എന്താണ് ഇയാൾ പഠിച്ചത് എന്നൊക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. വല്ലാത്ത സങ്കടമാണ്. മകനെ ഭയന്ന് കഴിയുന്ന ഒരു അമ്മയാണ്. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വാർത്തയാണത്. ആഭിചാരക്രിയകളൊക്കെ തന്നെയാണോ ഉള്ളത്? ആ മുറി നോക്കുന്ന സമയത്ത് മൊത്തം ഒരു ദുരൂഹതയും നിഗൂഢതയും ഒക്കെ ഉണ്ടല്ലോ അരുൺ. തീർച്ചയായിട്ടും അരുൺ, ഏറെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു നാടിനെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഈ ബുധനാഴ്ച വെള്ളറട കിളിയൂരിൽ നിന്നും വന്ന വാർത്ത. ഏകദേശം രാത്രി 9:45 സ്വന്തം അച്ഛനായിട്ടുള്ള ചാരുവിള ജോസിനെ മകൻ പ്രജിൻ വെട്ടിക്കൊലപ്പെടുത്തുന്ന വാർത്ത പുറത്തു വന്നത്. പക്ഷേ ആ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം ഉടൻ തന്നെ പ്രജിൻ വെള്ളറട പോലീസ് സ്റ്റേഷനിലെത്തി ആ പോലീസിന് കൊടുത്ത ആദ്യ മൊഴി എന്ന് പറയുന്നത് തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഈ രക്ഷകർത്താക്കളായിട്ടുള്ള സുഷമയും ജോസും അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ആ മൊഴിയിൽ അദ്ദേഹം ഉറച്ചു നിന്നതിനപ്പുറം മറ്റൊരു കാര്യവും പോലീസിനോട് പറഞ്ഞിട്ടില്ല. പോലീസിനോട് അന്വേഷണ സംഘത്തോടും സഹകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ അറിഞ്ഞത്. ഇപ്പോൾ തൊഴിക്കൽ ജയിലിൽ ഈ പ്രജിൻ റിമാൻഡിലാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ സംഘം ഈ കിളിയൂരിലുള്ള വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ച ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ബ്ലാക്ക് മാജിക്കിന്റെ എല്ലാവിധത്തിലുള്ള സംശയങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിൽ അവിടെ നടന്നു വന്നിരുന്നു, ആ മുറിക്കുള്ളിൽ നടന്നു വന്നിരുന്നു. കഴിഞ്ഞ 6-7 വർഷമായിട്ട്. അപ്പൊ തന്റെ അച്ഛനെ കൊന്ന ശേഷം ഈ വ്യക്തി ആദ്യം പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരോട് പറഞ്ഞൊരു കാര്യമാണ്, ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, എനിക്ക് സ്വാതന്ത്ര്യം, വീട്ടിലെ അച്ഛനും അമ്മയും എനിക്ക് സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതേ ഒരു ഒറ്റ വാക്ക് മാത്രമാണ് ഇന്നേ വരെ പ്രതി പറഞ്ഞതെന്നാണ് പറയുന്നത്. അതല്ലാതെ വേറെ ഒരു കാരണവും അവരെ, അതായത് അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടാണ് ഞാൻ കൊന്നത് എന്നല്ലാതെ വേറെ രീതിയിൽ ഒരു സംഭവം പോലും ഈ വ്യക്തിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരുപാട് ദുരൂഹതകൾ ഒഴിയാതെ ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇതിന്റെ ബാക്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളതുപോലെ. ഈ എറണാകുളത്തൊക്കെ പോയി പഠിച്ചു എന്ന് പറയുന്നു, ചൈനയിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്നു. ഈ വ്യക്തി പഠിച്ച കാര്യങ്ങൾ അവിടെ എന്തായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെ, ഇതിന്റെ പുറകിലുള്ള വശങ്ങളൊക്കെ കണ്ടുപിടിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്താണ് ശരിക്കും ഈ വ്യക്തിക്ക് സംഭവിച്ചത്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും അച്ഛനമ്മയും ഉപദ്രവിക്കാൻ തുടങ്ങുകയും അവരെ വളരെ മോശം രീതിയിൽ ഉള്ള മാനസികാവസ്ഥയിൽ, അതായത് അവരുടെ റൂമിൽ, ഇയാളുടെ റൂമിൽ പോലും അവർക്ക് പ്രവേശനമില്ല. അഥവാ അങ്ങോട്ട് പോയി എന്നറിഞ്ഞാൽ ഇവരെ അടിക്കും കുത്തും എന്നൊക്കെയാണ് പറയുന്നത്. വളരെ മോശം രീതിയിൽ അച്ഛനും അമ്മേനെയും പീഡിപ്പിക്കുന്ന രീതിയിൽ ആ മകന്റെ സമനില പോകുന്ന രീതിയിലേക്ക്, ആ അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ അവിടെ കൊണ്ടെത്തിച്ചു എന്നാണ് പറയുന്നത്. അച്ഛനെയും അമ്മയും വളരെ അടിമകളാക്കി വച്ചിരുന്നു. അങ്ങനെ ഒരാൾ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ വളരെയധികം വൈരുദ്ധ്യമുണ്ട്. കാരണം വീട്ടിനുള്ളിൽ ഇയാൾ ഈ കോവിഡ് കാലത്ത് ചൈനയിലായിരുന്നു പഠിച്ചു വന്നിരുന്നത്. കോവിഡ് കാലത്ത് അവിടെ നിന്ന് മടങ്ങി വന്നതിന് ശേഷം വീണ്ടും സിനിമാ പഠനത്തിനായിട്ട് കൊച്ചിയിലേക്ക് പോകുന്നു. ആ പഠനത്തിന് ശേഷം കൊച്ചിയിൽ നിന്നും വീണ്ടും വീട്ടിലേക്ക് വരുമ്പോഴാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ മകനിൽ ഉണ്ടായതെന്ന് പറയുന്നു. അതുവരെ ഒരു ക്രിസ്തീയ കുടുംബമായിരുന്നു. വളരെയധികം പള്ളിയിൽ സജീവമായി പള്ളിയിൽ പാട്ടുപാടുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു വന്നിരുന്ന പ്രജിനിൽ നിന്നും
കാര്യമായി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മുറിയിൽ നിന്നും ഈ പറഞ്ഞതുപോലെ ഓം പോലുള്ള ഒരു ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നു. ഒന്നാമത്തെ ഫ്ലോറിലേക്ക് മുകളിലോട്ട് കയറാനായിട്ട് ഈ രക്ഷകർത്താക്കൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ട് അച്ഛൻ ജോസിനെ കഴുത്തോട് ചേർത്ത് പിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വളരെ പ്രകോപനമായിട്ടും വളരെ വഴക്കിടുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന, ഇരുവരെയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അരുൺ, ഈ മുറിക്കുള്ളിൽ പലവിധത്തിലുള്ള ബ്ലാക്ക് മാജിക്കിന് സാമ്യമുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ടത്. എന്തൊക്കെയാണല്ലേ അത്രയും മോശം രീതിയിൽ ഈ ഞാൻ പറഞ്ഞതുപോലെ എറണാകുളത്ത് പോയി വന്നേ പിന്നെയാണ് ഈ മാറ്റം എന്ന് പറയുന്നുണ്ട്. അച്ഛനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മുകളിലോട്ട് ഇങ്ങനെ നിർത്തിയിട്ട് താഴേക്ക് ഇടുന്നൊക്കെയാണ് പറയുന്നത്. അത്രയും രീതിയിലേക്കുള്ള എന്താ പറയുക, അങ്ങനെയൊക്കെ ആവണമെങ്കിൽ എന്താണ് ഈ വ്യക്തിക്ക് പറ്റിയത് എന്ന് നല്ല രീതിയിലൊന്ന് അന്വേഷിക്കണം. കാരണം ഇനിയും ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ ഇതിൽ വ്യക്തമായ അന്വേഷണവും കാര്യങ്ങളും വേണം. കാരണം ഇതിന് പിന്നിൽ ഒരുപാട് പേര് വേണമെങ്കിൽ ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ എന്തെങ്കിലും ദുർമന്ത്രവാദം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആൾക്കാരെ മനസ്സ് തന്നെ മാറ്റിയിട്ട് അവരിതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള മാഫിയ എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാരും വല്ലതും ഉണ്ടോ? ഇനി എറണാകുളത്താണെങ്കിൽ അവിടെ പോയി പഠിക്കാൻ പോയ സമയത്താണെന്ന് പറയുന്നത്, അവിടെ അങ്ങനെ വല്ല സംഭവങ്ങളും ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഇല്ലാണ്ടാക്കിയാലും മാത്രമേ ഇനിയുള്ള ഇപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ പിള്ളേരടക്കമുള്ള ആൾക്കാർ അവിടെ പോയിട്ട് ഇതിലൊന്നും പെട്ടിട്ട് ഇങ്ങനെയുള്ള കൊലകളും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കത്തുള്ളൂ. അപ്പൊ ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തായാലും കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായും ഈ ദിവസം കൊലപാതകം നടക്കുന്നതിന് മുൻപ്, അതായത് ബുധനാഴ്ച കൊലപാതകം നടക്കുന്നു, തിങ്കളാഴ്ച ഇവരെയും കൂട്ടി ഒരു മനോരോഗ വിദഗ്ധനെ തിരുവനന്തപുരത്ത് ഒരു ക്ലിനിക്കിലേക്ക് പോകുന്നു. മുൻകൂട്ടി തനിക്കൊരു മനോരോഗമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇയാൾ നടത്തിയിരുന്നു. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞത് ഇയാൾക്ക് മനോരോഗമില്ല എന്ന് പറഞ്ഞ് രക്ഷകർത്താക്കൾക്കൊപ്പം തിരിച്ചയക്കുന്നു. ബുധനാഴ്ച ഒരുമിച്ചിരുന്ന് 9 മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അച്ഛൻ സോഫാ സെറ്റിൽ കിടന്നുറങ്ങുന്നു. തിരിച്ച് അവിടെ നിന്ന് ഒരു 9:15 ഇറങ്ങി വന്ന് അച്ഛനിൽ നിന്ന് തന്നെ 10 രൂപ വാങ്ങി സിഗരറ്റ് വാങ്ങി വലിച്ച് തിരിച്ചു വന്ന് 9:45 വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ലാസ്റ്റ് അദ്ദേഹത്തെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വളരെ മരവിപ്പോടുകൂടി സുഷമ കാണുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 4-5 ദിവസം കഴിയുമ്പോഴാണ് ഈ മുറിക്കുള്ളിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്നുള്ളത് അമ്മ അറിയുന്നത്. വളരെ ഞെട്ടലുണ്ട്. ഇപ്പോഴും അവർക്ക് ഭയമുണ്ട്. ചെന്താമരയൊക്കെ പോലെ ഇനി ജയിലിൽ നിന്ന് തിരിച്ചു വന്നാൽ തന്നെയും തന്റെ ഒരു മകളെയും കൊലപ്പെടുത്തുമെന്നുള്ള ഭയം കൂടി അമ്മ ഇപ്പോൾ റിപ്പോർട്ടിനോട് പങ്കുവച്ചിരിക്കുകയാണ്. ഇതില് നമ്മളൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ വെൽ പ്ലാനഡ് ആയിട്ടാണ് ഈ ഒരു കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇതിന്റെ പുറകില് ഇങ്ങനെയുള്ള എന്താണ് സംഭവം എന്ന് നമ്മളെ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ശരിക്കും അവിടെ എന്താണ് നടന്നത്. അതായത് പള്ളിയിൽ പോകുന്നയാൾ പെട്ടെന്ന് തന്നെ എറണാകുളത്ത് പോയി ഈ ഒരു കോഴ്സ് പഠിച്ചു വന്നേ പിന്നെ പള്ളിയിലും കാര്യങ്ങളിലൊക്കെ പോവാണ്ടിരിക്കുന്നു. ഓം എന്ന് പറയുന്ന നാമജപങ്ങളും കാര്യങ്ങളൊക്കെ ഇയാളുടെ റൂമിൽ നിന്ന് സ്ഥിരമായിട്ട് കേൾക്കുന്നു. അച്ഛനോടും അമ്മേനോടും വളരെ മോശം രീതിയിൽ പ്രതികാരം ഭാവത്തോടു കൂടിയിട്ട് പെരുമാറുന്നു. അതുപോലെ ഈ വ്യക്തി തനിക്ക് മനോരോഗമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനോരോഗ വിദഗ്ധനെ കാണാൻ വേണ്ടി പോകുന്നു. ഡോക്ടർ പറയുന്നു ഇയാൾക്ക് മനോരോഗമില്ലാന്ന്. അങ്ങനെ തിരിച്ചു വരുന്നു. അപ്പോ നേരത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പോ കൊന്നാൽ വേഗം പുറത്തിറങ്ങണമെങ്കിൽ, തന്നെ പുറത്ത് വിടണമെങ്കിൽ ഈ ഒരു കാര്യം കൂടി വേണം. അതായത് എനിക്ക് മനോരോഗമാണ് എന്ന് വരുത്തി തീർത്താൽ വേഗം പുറത്തു വരാമെന്നുള്ള രീതിയിലായിരിക്കണം ആ ഒരു വ്യക്തി എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും മനോരോഗിയല്ല അയാൾ. അങ്ങനെ മനോരോഗമില്ലാത്ത ഒരാൾക്കേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ വ്യക്തി പ്ലാൻ ചെയ്ത് കരുതിക്കൂടി സ്വബോധത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന് പിന്നിൽ ശരിക്കും ബ്ലാക്ക് മാജിക് തന്നെയാണോ, എന്താണ് ഇയാൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അവശേഷിപ്പിച്ച കാര്യങ്ങളാണോ, അതൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് അന്വേഷണത്തിലൂടെ തന്നെ പുറത്ത് കൊണ്ടുവന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇതിൻ്റെയൊക്കെ ചുരുൾ അഴിഞ്ഞാല് ഒരുപാട് പേര്, അതായത് ഇതിൻ്റെയൊക്കെ പുറകിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എറണാകുളത്തൊക്കെ ചിലപ്പോൾ ഈ അവിടെ പോയി പഠിച്ചതിന് ശേഷമാണെന്ന് പറയുന്നു. ഈ പഠിക്കാൻ പോയി പഠിച്ച കോഴ്സ് എന്താണെന്നോ, ഈ വയസ്സായ അച്ഛനും അമ്മയും ആയതുകൊണ്ട് തന്നെ അവർക്ക് അന്വേഷിക്കാനോ കാര്യങ്ങളോ അവര് ചിലപ്പോൾ ഒന്നും അറിയത്തില്ലായിരിക്കും. ഇനിയിപ്പം വേറൊരു കോഴ്സ് പഠിച്ച് അതിന് പിന്നില് ഇയാള് വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാം? ഒന്നും അറിയത്തില്ല. അപ്പൊ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഇവര് എറണാകുളത്ത് പഠിക്കാൻ പോയ സമയത്ത് ചെലവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങള് കാര്യങ്ങൾ നമുക്കറിയാം. ചെന്താമരയൊക്കെ ഒരു ഉദാഹരണമായിട്ട് നിൽക്കുമ്പം ഈ വ്യക്തിനെ ഇനി പുറത്തു വിട്ടാൽ ഉറപ്പായിട്ടും ആ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ ഒരു ഭീഷണി എന്നുള്ള രീതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു വ്യക്തി പുറത്തിറങ്ങാത്ത രീതിയിൽ തന്നെ അതിനുള്ള നിയമവും കാര്യങ്ങളും ആ വ്യക്തിക്ക് ശിക്ഷ നടപ്പിലാക്കിയാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് അയാളെ ഇനി ആദ്യം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല.
അതുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോഴാണ് ഇതാന്ന് ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലായത് പോലും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാവം ആ അമ്മയുടെ വർത്താനവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരുവാണ്. എങ്ങോട്ടേക്കാണ് നമ്മുടെ ലോകം പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഓരോ ദിവസവും അന്ധവിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും കൂടുതലാണ് ഇപ്പം. എന്തൊക്കെയാണ്, പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പം നമ്മുടെ കേരളം മൊത്തത്തിൽ മാറി എന്ന് തന്നെ വേണം പറയാൻ. എല്ലാ ദിവസവും ന്യൂസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് എന്താണിത്, ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ന്യൂസ് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം 1, 2, 3, 4 എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്ന് അവസാനിക്കുന്നു നമുക്ക് കണ്ടറിയാം. ഇതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ചുരുളഴിയണം. അത് ചുരുളഴിയപ്പെടട്ടെ എന്ന് വിചാരിക്കാം. നല്ല രീതിയിൽ കേസിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. നല്ല രീതിയിൽ കേസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.